പൂഴിത്തോട് പടിഞ്ഞാറേത്തറ ബദൽ പാത വരുന്നതിനോട് സംസ്ഥാന സർക്കാരിന് പോസിറ്റീവ് നിലപാടാണുള്ളതെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. പുതിയ പാത വരുന്നത് യാത്രാ ദുരിതം ഒഴിവാക്കാൻ സഹായിക്കും. ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള സർവേയാണ് ഇന്നു മുതൽ നടപ്പാക്കാൻ പോകുന്നത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപ അനുവദിച്ചുവെന്നും മന്ത്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഇതിനാവശ്യമായ പ്രാരംഭ നടപടികൾ എന്താണ്? സർവേ, എത്ര ഭൂമി വേണം, DPR തുടങ്ങിയവ സ്ഥാപിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിച്ചാൽ മാത്രമേ PWDക്ക് തുടർ നടപടികളെ മുന്നോട്ട്. അപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 1 കോടിയിലേറെ രൂപ അനുവദിച്ചു. അത് പ്രവർത്തനം ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറത്തറ ഭാഗത്ത് സർവേ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇത് വനം വകുപ്പ് അനുവാദം കൊടുത്തതാണ്. അപ്പോൾ വനം വകുപ്പ് അനുവാദം കൊടുക്കാതെ ആ സർവേ പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ വനം വകുപ്പ് അതിന് അംഗീകാരം കൊടുത്തു. അവരത് പൂർത്തിയാക്കി. ഇടുങ്ങിയ വനമേഖലയുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഫിസിക്കൽ വെരിഫിക്കേഷൻ സാധാരണ നിലയിൽ സാധ്യമല്ല. അതിന് വലിയ റിസ്ക്കുള്ളൊരു ഏർപ്പാടാണ്. എന്നാൽ ആ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ അനുവാദം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഉയർന്നു വന്നിരുന്നു. വനം വകുപ്പിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോടുകൂടി ഇന്ന് അവിടെ ആധുനിക റാഡാർ ഉൾപ്പെടെയുള്ള ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടക്കുകയുമാണ്. ആ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ പൊതുമരാമത്ത് വകുപ്പിന് അതിൻ്റെ വിശദാംശങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പൊതുമരാമത്ത് വകുപ്പ് വിശദാംശങ്ങൾ തയ്യാറായാൽ അവർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സംസ്ഥാന പരിവേഷൽ പോർട്ടലിലൂടെ അപേക്ഷിക്കണം. സംസ്ഥാന ഗവൺമെൻറ് നിഷേധാത്മകമായ നയം സ്വീകരിക്കില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു പ്രശ്നം എന്നുള്ളത് പോസിറ്റീവായ ഒരു നിലപാടാണ് സ്വീകരിക്കുക എന്ന് അന്നത്തെ BCCF ദീപ മേഡം ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലുള്ള ചർച്ച നടത്തി തീരുമാനമുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കി വരികയാണ്. മുഹമ്മദ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, നോക്കൂ, വയനാടൻ ജനതയുടെ യാത്രാക്ലേശത്തിന് പരിഹാരം എന്ന നിലയിലാണ് ഈ ബദൽ റോഡിനെ സംസ്ഥാന സർക്കാരുകൾ കണ്ടത്, മാറി മാറി വന്ന സർക്കാരുകൾ കണ്ടത്. അപ്പോൾ അതിനോട് ഒരു പോസിറ്റീവ് സമീപനമാണ് വനവകുപ്പിനുള്ളതെന്ന് മന്ത്രി പറയുന്നു. പലപ്പോഴും വനവകുപ്പിനെതിരെ ഒരു വിമർശനമാണ് ഉയരുന്നത്. അത് കൽപ്പറ്റ MLA വാക്കുകളിൽ നിന്നും രാവിലെ നമ്മൾ കേട്ടതാണ്. ഒരു വിമർശന സ്വഭാവം വനവകുപ്പിനൊക്കെ എതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിനോട് മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? മറ്റു വിശദാംശങ്ങൾ. മന്ത്രി പറയുന്ന കാര്യം 1994 കല്ലിട്ടു എന്ന നിർമ്മാണ ഉദ്ഘാടനം നടത്തിയെന്നല്ലാതെ വനം വകുപ്പിന്റെ അനുമതി വാങ്ങാനോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന UDF സർക്കാരുകൾ ഇതിനുവേണ്ടി ശ്രമമൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി സർക്കാർ വിമർശിക്കുന്നതിൽ കാര്യമില്ല എന്ന് പറയുന്നു. 2, ഇപ്പോൾ വനം വകുപ്പ് അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവേ നടപടികൾ ഇന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് പോസിറ്റീവായ സമീപനമുണ്ടെന്നാണ് വനം മന്ത്രി വിശദീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വനം വകുപ്പായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർവേ നടത്തി ഏത് വകുപ്പാണോ, പൊതുമരാമത്ത് വകുപ്പാണെങ്കിൽ നിർമ്മിക്കേണ്ടതുണ്ടെങ്കിൽ അവരാണ് ഇതിന്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുകൂല സമീപനം തന്നെയായിരിക്കും സംസ്ഥാന വനം വകുപ്പ് സ്വീകരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ഈ ഒരു പ്രോജക്റ്റിനോട് പൊതുവെ സംസ്ഥാന സർക്കാർ ഒരു താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന കാര്യം പൊതുവെ അവിടെ ജനകീയ കമ്മിറ്റി ആണെങ്കിലും ആക്ഷൻ കമ്മിറ്റി ആണെങ്കിലൊക്കെ തന്നെയും ഉന്നയിക്കപ്പെടുന്ന വിഷയമാണ്. കാരണം തുരങ്കപാത എന്ന് പറയുന്ന വലിയ ചിലവുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി എടുക്കുന്ന താല്പര്യത്തിന്റെ കുറച്ച് ഒരു ഭാഗം പോലും ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന ഒരു 7 കിലോമീറ്റർ ദൂരം മാത്രം മതി. അവിടെ ചുരമൊന്നും വേണ്ടതില്ല എന്നാണ് ഇപ്പോൾ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പറയുന്നത്. അതേസമയം ചെറിയൊരു ചുരമെങ്കിലും വേണ്ടായ പോലും പ്രശ്നമില്ല. വളരെ പെട്ടെന്ന് തന്നെ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന വയനാടിന്റെ ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. 7 കിലോമീറ്റർ മാത്രമേ വനത്തിലേക്കുള്ള ഒരു പാതയുടെ ആവശ്യമുള്ളൂ. അത് നേരത്തെ തന്നെ സാധ്യത പഠനമൊക്കെ നടത്തിയതാണ്. അതേസമയം വനം വകുപ്പിന്റെ അനുമതിയിലാണ് കുടുങ്ങി കിടക്കുന്നത്. കേന്ദ്ര വനം വകുപ്പിന്റെ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയിലാണ് കുടുങ്ങി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു വേണ്ടത്ര താല്പര്യം സംസ്ഥാന സർക്കാർ ആ പ്രോജക്റ്റിനോട് എടുക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഉന്നയിക്കപ്പെടുന്നത്. അതേസമയം വനമന്ത്രി ഇന്ന് അതെല്ലാം നിഷേധിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനോട് പദ്ധതിയോട് എതിർപ്പില്ല. മാത്രമല്ല ഇപ്പോൾ സർവേ തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ MLA കൂടിയായ LDF കൺവീനർ TP രാമകൃഷ്ണൻ യോഗം വിളിച്ചുകൊണ്ട് പലപ്പോഴായി ഇതിന്റെ ഫോളോ അപ്പ് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർവേ നടത്തി DPR സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ വനം വകുപ്പിന്റെ പിന്തുണയുണ്ടാവും. കേന്ദ്രത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തും. ഈ പദ്ധതിക്ക് വേണ്ടി ബദൽ പാത ഒരുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പോസിറ്റീവായ സമീപനം തന്നെ സ്വീകരിക്കുമെന്നാണ് വനമന്ത്രി കെ ശശീന്ദ്രൻ മീഡിയ വണ്ണോട് പറഞ്ഞത്.